ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടന്നു എന്ന് SIT കണ്ടെത്തിയിട്ടുണ്ട്. ആ കൊള്ളയ്ക്ക് നേതൃത്വം നൽകിയത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണെന്നും കണ്ടെത്തിയിട്ടുണ്ട്. മാത്രമല്ല കൊള്ളയടിച്ച സ്വർണത്തിന്റെ ഒരു ഭാഗം വീണ്ടെടുക്കാനും SITക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ സ്വർണ്ണക്കൊള്ളയ്ക്ക് ദേവസ്വം ബോർഡ് എന്തിനു കൂട്ടുനിന്നു എന്നുള്ളതാണ് ഇനി അടുത്ത ഘട്ടത്തിലുള്ള അന്വേഷണം. ദേവസ്വം ഉദ്യോഗസ്ഥനായ മുരാരി ബാബു ഇപ്പോൾ കസ്റ്റഡിയിലാണ്. ചോദ്യം ചെയ്തപ്പോൾ ഒരുപാട് വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് കിട്ടിയിട്ടുണ്ട്. ഏതായാലും 2019-ലും ഇപ്പോൾ 2025-ലും ഈ ദേവസ്വം ബോർഡുകൾ ഇതിന് കൂട്ടുനിന്നിട്ടുണ്ടോ എന്നുള്ള അന്വേഷണത്തിന്റെ ഭാഗമായി രണ്ട് കാലഘട്ടത്തിലെയും ദേവസ്വം പ്രസിഡന്റുമാരെ SIT ചോദ്യം ചെയ്യും. മാത്രമല്ല വേണ്ടി വന്നാൽ ദേവസ്വം പ്രസിഡന്റുമാരെ അറസ്റ്റ് ചെയ്യാനുള്ള അനുമതിയും ഹൈക്കോടതി നൽകിയിട്ടുണ്ട്. അത്തരമൊരു നിർദ്ദേശവും ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായ തെളിവ് ലഭിച്ചാൽ രണ്ട് കാലത്തെ ദേവസ്വം പ്രസിഡന്റുമാരെയും അറസ്റ്റ് അടക്കമുള്ള നടപടികൾ ഉണ്ടാകും. ഇതിനായി മിനിറ്റ്സ് അടക്കമുള്ള രേഖകൾ വിശദമായി SIT പരിശോധിക്കുകയാണ്. മറ്റൊന്ന്, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ കൊള്ളയ്ക്കൊക്കെ നേതൃത്വം നൽകുന്ന രീതിയിലേക്ക് വളർന്നത് അത് തന്ത്രി കുടുംബത്തിന്റെ ബന്ധം ഉപയോഗിച്ചാണ്, ബന്ധം മറയാക്കിയാണ്, അതുമായുള്ള തന്ത്രി കുടുംബവുമായുള്ള സൗഹൃദം മറയാക്കിയാണ് എന്നുള്ള വിവരവും SITക്കുണ്ട്. ഇയാൾ തന്ത്രി കുടുംബവുമായിട്ട് അടുത്തുകൊണ്ടാണ് ഈ മറ്റ് സംസ്ഥാനങ്ങളിലുള്ള ധനികരായ അയ്യപ്പ ഭക്തരുടെയൊക്കെ സൗഹൃദം നേടിയെടുത്തത്. അതിനുശേഷമാണ് 2019-ൽ വാതിലും കട്ടളയും ഒപ്പം തന്നെ ദ്വാരപാലക ശില്പങ്ങളിലെ പാളിയും ഒക്കെ കൊണ്ടുപോകാൻ വേണ്ടി സ്പോൺസറായി സന്നിധാനത്ത് അവതരിച്ചതെന്നാണ് SIT കണ്ടെത്തിയിരിക്കുന്നത്. ഏതായാലും നിർണായകമായ ഘട്ടത്തിലേക്ക് ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ അന്വേഷണം നീങ്ങുകയാണ്.